ഹായ് എവരി വൺ. നമുക്കിന്ന് എക്കണോമിക്സ് ടോപ്പിക്കിലെ എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ നമുക്ക് പഠിക്കാം. ഓക്കെ, എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ആദ്യം എക്കണോമിക് പ്ലാനിങ്ങും അതിന്റെ പശ്ചാത്തലങ്ങളും, എന്തുകൊണ്ടൊരു എക്കണോമിക് പ്ലാനിങ് ഒരു കൺട്രിക്ക് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ജീവിക്കുമ്പം എന്താണ്, നമുക്ക് ഒരു കൃത്യം ഒരു സാലറി ആണ്, ഒരു 10,000 രൂപ സാലറി ആണെങ്കിൽ നമുക്ക് ഒരു കൃത്യം ഇത്ര രൂപ നമ്മുടെ നീഡ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. കുറച്ച് നമ്മുടെ എന്താ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലെഷർക്ക് വേണ്ടി, ഇപ്പൊ ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ എവിടെങ്കിലും കറങ്ങാൻ പോകാൻ, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും. ചില നമ്മൾ സേവിങ്സ് ആയിട്ട് വെച്ചേക്കണം. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു കൺട്രിക്കും പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എക്കണോമിക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൺട്രിക്കും എന്താ പറയാ, പലതരം വെൽഫെയർ സ്കീംസുകൾ കാണും, പലതരം എന്താ പറയാ പുതിയ പ്രോജക്ട്സുകൾ കാണും. അതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്കണോമിക് പ്ലാനിങ് വേണം. എത്ര പൈസ ഇനി അലോട്ട് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് ഏതൊരു രാജ്യത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക് പ്ലാനിങ് തന്നെ ഇന്ന് നമ്മൾ അതിന്റെ ഹിസ്റ്ററിയും അതിന്റെ എന്തുകൊണ്ട് എക്കണോമിക് പ്ലാനിങ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം എന്താ പറയാ, നമ്മൾ പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് ഇതിൽ. നീതി ആയോഗിനെ കുറിച്ച് പറയും, 5 ഇയർ പ്ലാൻസ് ഒക്കെ പറയും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എക്കണോമിക് പ്ലാനിങ് എന്താണ്, ഈ 5 ഇയർ പ്ലാൻസ് ഒക്കെ വരുന്നതിന് മുമ്പ്, 5 ഇയർ പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ്. എക്സാമിന് സ്ഥിരം SSCയും RBI എക്സാംസിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ജസ്റ്റ് എന്തൊക്കെയാ എക്കണോമിക് പ്ലാനിങ്ങും അതിന്റെ പിന്നിലുള്ള പശ്ചാത്തലങ്ങള്, 5 ഇയർ പ്ലാൻസ് എല്ലാം നമുക്ക് പറയാം. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതിന്റെ തുടക്കം. ഓക്കെ, 5 ഇയർ പ്ലാൻസ് ഇന്ന് വരെ ക്ലാസ് പോകുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. എന്താണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കായാലും ജീവിക്കാൻ എന്താണ് പറയുന്ന ഒരു എക്കണോമിക് പ്ലാൻ, ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ, ജീവിക്കാൻ. അപ്പം കാരണം എന്താണ്, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, ആ റിസോഴ്സ് നമുക്ക് കിട്ടുന്ന നമ്മുടെ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കൺട്രിയുടെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. റിസോഴ്സിനെ യൂസ് ചെയ്യണം. അതേപോലെ മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സുകളിൽ ഉണ്ട്. അതേപോലെ തന്നെ ആൾക്കാർക്ക് ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കണം, പോവർട്ടി കുറയ്ക്കണം, എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അതുപോലെ പല വെൽഫെയർ സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതിനൊക്കെ എത്ര ഫണ്ടിങ് വേണം, അതിനൊക്കെയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് പറയുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക് പ്ലാനിങ് ഇസ് ദ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ എ കാൽക്കുലേറ്റീവ് മെത്തേഡ് ടു റൺ ദ എക്കണോമി ഓഫ് എ കൺട്രി. ഓക്കെ, റിസോഴ്സ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആണ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ എന്താ പറയാ, മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്ത്യം ഇല്ലാത്തതാണ്. അപ്പം ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു കൺട്രിയുടെ ഒരു പ്രോഗ്രസ് പ്ലാൻ ചെയ്യാം. ഇനിയാണ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാൻ ഇന്ത്യ ടു ഫോസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്, പോവർട്ടി റിഡക്ഷൻ ആൻഡ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അതിനകത്ത് ബേസിക് ഫെസിലിറ്റീസ്, ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എക്കണോമിക് ഗ്രോത്ത് വേണം, അതേപോലെ എന്താ പറയുക, പോവർട്ടി റെഡ്യൂസ് ചെയ്യണം, എംപ്ലോയ്മെന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, തൊഴിലില്ലായ്മ നമുക്ക് കുറയ്ക്കണം. അപ്പം economic planning is important because it allows government to create a roadmap for their activities and make informed decisions. അതായത് എത്രത്തോളം റിസോഴ്സുകൾ അവൈലബിൾ ആണ്, എത്രത്തോളം ഫണ്ട്സ് അവൈലബിൾ ആണ്, അത് ഓരോ വെൽഫെയർ സ്കീംസിനും എത്ര കൊടുക്കാം, ഏത് സെക്ടറിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ റീജിയൻസിന്. ഇപ്പം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. ചില റീജിയൻസ് എന്താ പറയുക, ഭയങ്കര അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത റീജിയൻസിനാണെങ്കിൽ കുറച്ചും കൂടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം. അപ്പം എങ്ങനെ എങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്യാം, അതൊക്കെയാണ് എക്കണോമിക് പ്ലാനിങ്ങിൽ വരുന്നത്. It helps in assessing risk, analyzing the impact of external factors and ensuring the achievement of goals. Okay, നമ്മൾ ഗോൾ മാത്രം നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ഇപ്പൊ നമ്മൾ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇന്ന് ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണം നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്ക്, ഇത്ര ടോപ്പിക്ക് എനിക്ക് ഇന്ന് കവർ ചെയ്യണം. ചിലപ്പം എന്താ പറയുക, ഒരുപാട് പ്ലാൻ ചെയ്യാനും പാടില്ല. അതായത് ഒരു ദിവസത്തിൽ നമ്മൾ കൊണ്ട് താങ്ങുന്നതിനപ്പുറം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാനും പാടില്ല, അത് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കും. അതേപോലെ തന്നെ വളരെ കുറച്ച് മാത്രം പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാനും പാടില്ല. അപ്പൊ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാതെ വരും, നമ്മൾ ലേസി ചെയ്യുമ്പോൾ അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഈ economic planning എന്ന് പറയുമ്പോൾ helps in assessing risk, analyze the impact of external factors and ensuring the achievement of goals അച്ചീവ് ചെയ്യുന്നൊന്നുമില്ല. അതായത് വലിയ ഗോൾ ആവാൻ പാടില്ല, തീരെ ചെറുതും ആവാൻ പാടില്ല. ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഗോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ഈ ഓരോ വെൽഫെയർ സ്കീംസിനും ഓരോ നമ്മൾ ഫണ്ട്സും അതുമെല്ലാം അലോക്കേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും ദൂഷിക ഫലങ്ങൾ ഉണ്ടാവും, അതൊക്കെ അനലൈസ് ചെയ്ത് റിസ്കുകളെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. ഓക്കെ, അപ്പം എക്കണോമിക് പ്ലാനിങ് പ്രൊവൈഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോർ മാനിങ് റിസോഴ്സസ്, സെറ്റിംഗ് പ്രാക്ടീസ് ആൻഡ് പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ആരാണ് എക്കണോമിക് പ്ലാനിങ് ഇന്ത്യയിൽ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന പ്ലാനിംഗ് കമ്മീഷനാണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനാണ് 2014 അത് നീതി ആയോഗ്
എന്റെ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം പ്ലാനിംഗ് കമ്മീഷൻ എടുത്ത് മാറ്റിയിട്ട് നീതി ആയോഗ് എന്താ പറയാ പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഓക്കെ, അപ്പം മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ് എക്കണോമിക് പ്ലാനിങ്ങിന്റെ, ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് വേണം. എംപ്ലോയ്മെന്റ്, ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ്. ഓക്കെ, തൊഴിലില്ലായ്മ നിർത്തണം. ഓക്കെ, അപ്പോൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. റിഡക്ഷൻ ഇൻ പോവർട്ടി. ഓക്കെ, എക്കണോമിക് സ്റ്റെബിലിറ്റി വേണം. ഓക്കെ, അതായത് ഇൻഫ്ലേഷൻ അതുപോലെയുള്ള സംഭവങ്ങൾ കുറയ്ക്കണം. റിസഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാൻ പാടില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമി വേണം. ഓക്കെ, റിഡക്ഷൻ ഇൻ ഇൻഇക്വാലിറ്റി ഓഫ് ഇൻകം. ഓക്കെ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നമ്മുടെ എക്കണോമിക് ഇൻഇക്വാലിറ്റി നമ്മൾ കുറയ്ക്കണം. സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോൾ പല വെൽഫെയർ സ്കീംസുകൾ. ഓക്കെ, സെൽഫ് റിലയൻസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യം സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം എപ്പോഴും. നമ്മളെ പല എക്കണോമിക് 5 പ്ലാൻസിൽ ഇനി നമ്മൾ പോകുമ്പോൾ തന്നെ പല പ്ലാൻസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സെൽഫ് സഫിഷ്യൻസി. ഓക്കെ, നമ്മൾ വേറെ രാജ്യത്തെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രൊഡക്ഷനും അതൊക്കെ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, റീജിയണൽ ഡെവലപ്മെന്റ്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇപ്പൊ എന്താ പറയാ, ഒരു സ്ഥലത്ത് ഭയങ്കര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നിരിക്കട്ടെ, അപ്പൊ അവിടെ കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വയനാട് ഇഷ്യൂ അറിയാമല്ലോ, ഭയങ്കര ഫ്ലഡ്സ് ഒക്കെ വന്നു, ലാൻഡ് സ്ലൈഡ് ഒക്കെ വന്നു. അപ്പം അവിടെ എന്താ പറയാ കുറച്ചും കൂടെ റിലീഫ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇനി എന്താ പറയാ പുനരധിവാസം പ്രവർത്തനങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പുതിയ ഹോസ്പിറ്റൽസ് കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നശിച്ചല്ലോ. അപ്പൊ അവിടെ കുറച്ചും കൂടെ ഡെവലപ്മെന്റിലായിട്ടുള്ള എന്താ പറയാ ആ റീജിയനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് ഡെവലപ്മെന്റ് അവിടെ കൊണ്ടുപോകണം. ഓക്കെ, അതാണ് റീജിയണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ജസ്റ്റിസും ഒരേപോലത്തെ എന്താ പറയാ നമ്മുടെ അനീതികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കും. ഹങ്കർ, പോവർട്ടി അങ്ങനെയുള്ളതെല്ലാം കുറയ്ക്കണം. ഓക്കെ, ഇൻക്രീസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആണ്. മോഡേണൈസേഷൻ ഓഫ് എക്കണോമി. നമ്മൾ എന്താ പറയാ ഈ ബ്രിട്ടീഷുകാരും അങ്ങനെ പല രാജാക്കന്മാരും ഒക്കെ പണ്ട് മുതലേ ഇങ്ങനെ ഭരിച്ച് എന്താ പറയാ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് അവര് നമ്മുടെ രാജ്യം. അപ്പം എന്താ പറയാ എക്കണോമിയിൽ കുറെ എന്താ പറയാ കുറെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അതിനെയാണ് മോഡേണൈസേഷൻ ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒക്കെ ഓർത്ത് വെച്ചിരിക്കുക, ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. അത് ചിലപ്പം എന്താ പറയാ ഇതിൽ ഏതാണ് ഒബ്ജക്റ്റീവ് അല്ലാത്തതെന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ കൊടുത്തേക്കാം. ഒന്ന് മാത്രം ഒബ്ജക്റ്റീവ് അല്ലാതെ അതേയുള്ള ഒരു ഓപ്ഷൻ വരാം. ഓക്കെ, അങ്ങനെ ചോദിക്കാം. ഇതിൽ 4 പറഞ്ഞതിൽ ഏതാണ് എക്കണോമിക് വിച്ച് വൺ ഈസ് നോട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, മിസ്റ്ററി ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഓക്കെ, എക്കണോമിക് പ്ലാനിംഗ് എങ്ങനെ ഇന്ത്യയിലോട്ട് വന്നു അതിന്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇൻ ഇന്ത്യ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാനിംഗ് വാസ് റെക്കഗ്നൈസ്ഡ് ഈവൻ ബിഫോർ ഇൻഡിപെൻഡൻസ്. എന്താ പറയാ നമ്മൾ സ്വാതന്ത്ര്യം തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു എന്താ പറയാ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്കണോമിക് പ്ലാനിങ് വേണം. ഒരു കൺട്രി എന്താ പറയാ ഈ ഫ്രീഡം കിട്ടിയ ശേഷാലും നമ്മൾ ഭരിക്കുന്ന സമയത്ത് കുറച്ച് എന്താ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് നമ്മുടെ കൺട്രിയിൽ എക്കണോമിക് ഗ്രോത്ത് വരണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫോർമാറ്റ് ചെയ്തൊരു പ്ലാൻ വേണം. ഒരു പ്ലാൻ ഇല്ലാണ്ട് നമ്മൾ പോയാൽ നമ്മൾ സക്സസ്ഫുൾ ആവില്ലെന്ന് അപ്പോഴത്തെ ടൈമിലെ നമ്മുടെ ഭയങ്കര ഫോർവേഡ് മൈൻഡഡ് ആയിരുന്നു നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സും എന്താ പറയാ സോഷ്യൽ ലീഡേഴ്സും ഒക്കെ. അപ്പൊ അന്ന് മുതലേ ഒരു ഇതുണ്ടായിരുന്നു നമുക്കൊരു എക്കണോമിക് പ്ലാനിന്റെ ആവശ്യം വേണ്ടി വരും. ഓക്കെ, various ideological perspectives were brought to influence the efforts made at plan formation by a few individuals and institutions. ഈ പ്ലാൻഡ് എക്കണോമി എന്നുള്ള കോൺസെപ്റ്റ് ഉദിച്ചത് ഈ 1930s. അതിന്റെ കാര്യം ഈ 1930s ആ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഗ്രേറ്റ് ഡിപ്രഷൻ ആയിരുന്നു. ഓക്കെ, ഭയങ്കര രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയും എന്താ പറയാ ഹങ്കറും അങ്ങനെയൊക്കെ ഭയങ്കര വേട്ടയാടിയിരുന്നു ലോകം മൊത്തം. അങ്ങനെ പ്രൈസ് റൈസും ഇൻഫ്ലേഷനും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വേട്ടയാടിയ ഒരു സമയത്ത് USSR എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പ്രസന്റ് റഷ്യ, യുക്രൈൻ, അസർബൈജാൻ അങ്ങനെ ഒരുപാട് ബെലറാസ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള 10-15 രാജ്യങ്ങൾ എന്തോ ഉണ്ടായിരുന്നു. രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു USSR സോവിയറ്റ് യൂണിയൻ അറിയാലോ എല്ലാവർക്കും. അത് 1991 ഡിസോൾവ് ചെയ്താണ് റഷ്യ യുക്രൈൻ ഒക്കെ ആയത്. ഓക്കെ, അപ്പം USSR ഈ സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ ആ സമയത്ത് ഈ ഡിപ്രഷനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ ഡീൽ ചെയ്തു. ഓക്കെ, ബാക്കി രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനെ അഫക്ട് ചെയ്തു. പക്ഷെ ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ കുറച്ചും കൂടെ എന്താ പറയാ പ്ലാൻഡ് ആയിട്ട് അതിനെ എന്ത് ചെയ്തു ഡീൽ ചെയ്തു. ഓക്കെ, അപ്പം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന ഈ ജോസ് സ്റ്റാലിനെ അറിയാലോ. ജോസ് സ്റ്റാലിൻ ആയിരുന്നു അപ്പം USSRന്റെ ഭരണാധികാരി. പുള്ളി കൊണ്ടുവന്ന ഈ 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ നെഹ്റു ഒക്കെ ചെറിയ എന്താ പറയുക സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉള്ള ആളായിരുന്നു. അപ്പം അത് ഇന്ത്യക്കാരെ പൊതുവെ നമ്മുടെ രാജ്യത്ത് ആ സമയത്ത് ഒരു എന്താ പറയാ ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ഒരു ചിന്താഗതി നിലനിന്നിരുന്നു. അപ്പം
ജോസ് സ്റ്റാലിൻ കൊണ്ടുവന്ന 1930s കൊണ്ടുവന്ന ഈ 5 year പ്ലാൻ 1928 ഇംപ്ലിമെന്റ് ചെയ്തത്. 1929 to 33 ആയിരുന്നു ഫസ്റ്റ് 5 year പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 1929 to 1933 ആണ് ഫസ്റ്റ് 5 year പ്ലാൻ എന്ന് പറഞ്ഞാൽ റഷ്യയിലെ. ഓക്കെ, അത് വേണമെങ്കിൽ റഷ്യയല്ല, സോവിയറ്റ് യൂണിയനിലെ 1929 to 1933. അത് കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജോസ് സ്റ്റാലിൻ ആണ് കൊണ്ടുവന്നത്. ഓക്കെ, 5 year പ്ലാൻ എന്നുള്ള ഐഡിയോളജി ജോസ് സ്റ്റാലിൻ ആണ് കൊണ്ടുവന്നത്. ഓക്കെ, ഫസ്റ്റ് 5 year പ്ലാൻ സോവിയറ്റ് യൂണിയൻ 1928. ഓക്കെ, ഇതിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ലീഡേഴ്സ് എല്ലാം പറഞ്ഞ 5 year പ്ലാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ വേണം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ അവസാനത്തെ 5 year പ്ലാൻ സോവിയറ്റ് യൂണിയൻ, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. 1991 തൊട്ട് 95 വരെയാണ് ലാസ്റ്റ് 5 year പ്ലാൻ, 1991 to 1995. പക്ഷേ ഈ 5 year പ്ലാൻ പൂർത്തിയായില്ല. കാരണം ഈ 1991 തന്നെ USSR എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്ത് 15 രാജ്യങ്ങളാക്കി. റഷ്യ, യുക്രൈൻ, ബെലാറസ്, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, അങ്ങനെ ഒരു 15 രാജ്യങ്ങളായിട്ട് എന്താ പറയാ സോവിയറ്റ് യൂണിയനെ ഡിസോൾവ് ചെയ്തു. അപ്പം ഈ എക്കണോമിക് പ്ലാൻ കംപ്ലീറ്റ് ആയില്ല. പക്ഷെ ലാസ്റ്റ് എക്കണോമിക് പ്ലാൻ എന്ന് പറയുമ്പോൾ 1991 to 1995 ആണ്. ഓക്കെ, ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ഈ എന്താ പറയാ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഇത് വേണം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതിനുള്ള ഒരു ഇത് കൊണ്ടുവന്നതെന്ന് പറയുമ്പം വിശ്വേശ്വരയ്യാണ്. പുള്ളി അതുകൊണ്ട് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാൻ എന്ന് പറയും. ഓക്കെ, ആദ്യമായിട്ട് ഈ പ്ലാനിങ് വേണമെന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവന്നത് പുള്ളിയാണ്. പുള്ളി 1934, ഈ വർഷം ഓർത്ത് വെച്ചേക്കണം, 34 പുള്ളി ഒരു ബുക്ക് എഴുതി, പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ. ഓക്കെ, ഈ ബുക്കിലാണ് പുള്ളി എന്താ പറയുക ഒരു 10 year പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തു, എങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റ് വരണം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ എന്താ പറയാ ഒരുപാട് ചർച്ചകളും അങ്ങനെയുള്ള എന്താ പറയാ റൂമേഴ്സ് അല്ല, ഒരുപാട് എന്താ പറയാ ഡിസ്കഷൻസ് ഒക്കെ ഇതിനെ കുറിച്ച് നടന്നത്. പക്ഷെ ആദ്യമായിട്ട് ഒരു പ്ലാൻഡ് അപ്രോച്ച് എന്ന രീതിയിൽ, സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന രീതിയിൽ വന്നത് വിശ്വേശ്വരയ്യായിരുന്നു. പുള്ളിയുടെ ഈ ബുക്കിലായിരുന്നു പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യയിൽ ഒരു 10 year പ്ലാൻ, എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാൻ പുള്ളി പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും പല ഡിസ്കഷൻസിലും ഉണ്ടായിരുന്നല്ലോ. അവരുടെ 1930 പല ഡിസ്കഷൻസിലും ഇതുപോലെ എന്താ പറയാ ഒരു എക്കണോമിക് പ്ലാനിങ് ഇന്ത്യക്ക് അനിവാര്യമാണെന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നു. റെവല്യൂഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓൾസോ stress the need for revolutionary changes in present economic structure for society and removal of great inequalities in order to remove poverty and improve the economic and social condition of the masses. Okay, അങ്ങനെ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പല ചർച്ചകളിലും ഇതുപോലെ പറഞ്ഞു നമുക്ക് ഒരു എന്താ പറയുക എക്കണോമിക് പ്ലാനിങ് അനിവാര്യമാണ്. ഇന്ത്യ എന്ന രാജ്യത്ത് എന്താ പറയുക ഇത്രയും നാൾ നമ്മൾ ഒരു ഫ്രീഡം കിട്ടിയ ശേഷം ഫ്രീഡം മാത്രം കിട്ടിയ പോലെ ഫ്രീഡം കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ വളരെ അനിവാര്യമാണെന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ഒരു നാഷണൽ പ്ലാൻ എന്താ പറയാ നാഷണൽ പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 1938 ഓക്കെ, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒരു നാഷണൽ പ്ലാനിങ് കമ്മിറ്റി എന്ത് ചെയ്തു, നാഷണൽ ഒരു പ്ലാനിങ് കമ്മിറ്റി പുള്ളി രൂപീകരിച്ചു. അതിനെ ചെയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, 1938 വർഷം ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയാ വലിയ അത്ര സക്സസ്ഫുൾ ഒന്നും ആയിട്ടില്ല. കുറച്ച് പേപ്പേഴ്സേ പബ്ലിഷ് ചെയ്യുള്ളൂ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു 1949 കാലഘട്ടത്തിൽ കുറച്ച് പേപ്പേഴ്സ് ഇവർ പബ്ലിഷ് ചെയ്തു. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ 1944 44 നമ്മുടെ ബോംബെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ബോംബെയിലെ ഒരു കൂട്ടം ഇൻഡസ്ട്രിയലിസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ആ സമയത്തുള്ള 8 ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് കൂട്ടിച്ചേർന്നു. എങ്ങനെ ഒരു അവരുടെ എന്താ പറയാ അവരുടെ കൂടിച്ചേർന്ന് അവര് സംസാരിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആ രീതിയിലാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഡിസ്കഷൻ നടന്നു. ലൈക്ക് ഇന്ത്യക്ക് എങ്ങനെയുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് വേണം. ഓക്കെ, അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഇൻഡസ്ട്രിയലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് മെയിൻ ആയിട്ട്. പക്ഷെ എന്താ പറയാ ഒരു ഫ്രീഡം കിട്ടിയ ശേഷമായാലും ഇന്ത്യക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ എന്തൊക്കെ പ്ലാനിങ് വേണം, എന്തൊക്കെ ആവശ്യങ്ങൾ വേണം, എന്തൊക്കെ എന്താ പറയാ അവരുടെ നിർദ്ദേശങ്ങളും അതൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു ബോംബെ പ്ലാൻ എന്ന രീതിയിൽ രൂപീകരിച്ചു 1944. ഓക്കെ, 8 influential business leaders in Bombay drew up and published in January 1944 a plan for the economic development of India. ഓക്കെ, ഈ ബോംബെ പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാ ഹോൾ ബിസിനസ് ക്ലാസിന്റെ ഒപ്പീനിയൻ അല്ല. പക്ഷെ എന്താ പറയാ ആ സമയത്ത് പ്രാമുഖ്യത്തിൽ നിന്നിട്ട് ബിസിനസ് ആൾക്കാരുണ്ടത്. ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ടാറ്റ. ഓക്കെ,
JRD ടാറ്റ, പിന്നെ ബിർള, JD ബിർള, ജോൺ മത്തായി, കസ്തൂർബായി ലാൽബായ്, ലാല ശ്രീറാം, AD ഷിറോം, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, ആർദർശ് ദലാൽ. ഓക്കെ, ഇങ്ങനെ 8 പേരുണ്ടായിരുന്നു. 8 പേര് അന്നത്തെ പ്രമുഖരായിട്ടുള്ള ബിസിനസ്മാൻ. ഓക്കെ, അവരുടെ വ്യൂസ് വെച്ച് അവരൊരു എക്കണോമിക് പ്ലാൻ ഫോർമേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഇത് പബ്ലിക് അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ കാണുന്ന വെച്ചാൽ ഇറ്റ് സെറ്റ് ഫോർ ദ കൺസിഡർ വ്യൂസ് ഓഫ് സം ഓഫ് ദ ഫ്രണ്ട് റാങ്ക് ബിസിനസ്മെൻ ആൻഡ് ക്യാപിറ്റൽസ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടെല്ലാം ഇവർ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചില്ലെങ്കിലും ഇതൊരു ചർച്ചയ്ക്ക് എന്താ പറയാ തുടക്കം കുറിച്ചു. എഗ്രി ചെയ്യോ ഡിസഗ്രി ചെയ്യാം, പക്ഷെ ആൾക്കാർ എന്താ പറയുക ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഇതിൽ ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പ്ലാൻ ഞാൻ യോജിക്കുന്നു, എന്താ ഇതൊക്കെ ഈ നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ പ്ലാനോട് യോജിക്കുന്നു. അങ്ങനെ യോജിക്കുന്നവരും കാണും, ഡിസഗ്രി ചെയ്യുന്നവരും കാണും. പക്ഷെ ഇതൊരു എന്താ പറയുക, ഇതൊരു വൈഡ് സ്പോട്ട് ചർച്ചയ്ക്കുള്ള ഒരു തുടക്കം കുറിച്ചു. ഓക്കെ, ഇപ്പം ഇവര് ഇതിൽ ബോംബെ പ്ലാനിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ അഗ്രികൾച്ചറിന് അധികം എന്താ പറയാ ഒരു പ്രാമുഖ്യം കൊടുത്തിട്ടില്ല. ഓക്കെ, അഗ്രികൾച്ചർ ഇന്ത്യയിൽ ആ സമയത്ത് എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എന്താ പറയാ ഒരുപാട് പേര് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. പക്ഷെ അഗ്രികൾച്ചർ ഫാമിംഗ് ഒരു ഇത് കൊടുത്തില്ല. ഇവര് ബിസിനസ് മാനല്ല, അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ അതിനൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഇവിടെ ഇത് കൊടുത്തത്. ഓക്കെ, Bombay Plan put forward as the base of discussion a statement in as concrete as a form as possible of the objectives to be kept in mind in economic planning of India. The general lines on which development should proceed and the demands which planning is likely to make in country's resources. Okay. The principal objective of the plan is to achieve a balanced economy to raise the standard of living of the mass of the population rapidly by ഇത് ചോദിക്കാമേ അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുമ്പോൾ മെയിൻ നിർദ്ദേശം എന്ന് പറയുമ്പോൾ ഡബിളിംഗ് ദ പ്രസന്റ് പെർ ക്യാപിറ്റ ഇൻകം വിത്തിൻ എ പീരിയഡ് ഓഫ് 15 years ആൻഡ് ട്രിബിളിംഗ് നാഷണൽ ഇൻകം ഇൻ ദ സെയിം ടൈം ഫ്രെയിം. അതായത് ഒരു 15 വർഷ കാലഘട്ടത്തിൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഡബിൾ ചെയ്യണം, അതേപോലെ തന്നെ നാഷണൽ ഇൻകം ട്രിപ്പിൾ ചെയ്യണം. അതൊരു മെയിൻ നിർദ്ദേശമായിരുന്നു. ഓക്കെ, പിന്നെ ഇതിൽ ഇവരെന്ന് പറയുമ്പോൾ ബിസിനസ്മാൻ ആണ്, കുറച്ച് എന്താ പറയുക എലീറ്റിസ്റ്റ് ആണ്. അപ്പം അവര് പറയുന്നതെന്ന് വെച്ചാൽ എന്താ പറയാ ഒരാൾക്ക് ഏതൊരു മനുഷ്യന് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഏതൊരു മനുഷ്യനും എന്താ പറയാ മിനിമം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുകയും അത് മാത്രമല്ല അത് കഴിയും കുറച്ച് പൈസ അവന്റെ കൈ വേണം. എന്തിനാണ്? ലെഷറിന്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അതാണ് നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പം മനുഷ്യനും ലെഷറിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കുറച്ച് പൈസയും കൂടെ വേണം. ഓക്കെ, ഇപ്പം പൊതുവെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ പറയാൻ എളുപ്പമായിരിക്കും. സ്ട്രഗിൾ ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് പക്ഷെ അത്രത്തോളം എന്താ പറയാ അത് ആവണമെന്നില്ല. ഒരുപാട് പൂറായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. എന്നാലും ഒരു നിർദ്ദേശം വെച്ചതെന്ന് വെച്ചാൽ എങ്ങനെയുള്ള ആൾക്കാരായാലും അവരുടെ എന്താ പറയാ അവരുടെ ഇൻകവും അവിടെ ഇൻകം ഒക്കെ റേസ് ചെയ്ത് അവിടെ മിനിമം റിക്വയർമെന്റ്സ് അവർ മീറ്റ് ചെയ്യണം. ആരും പട്ടിണി എടുക്കാൻ പാടില്ല. അത് മാത്രമല്ല അവിടെ ലെഷർ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനും അവിടെ എന്താ പറയാ നമ്മുടെ വാൺസും നമ്മുടെ നീഡ്സും ഉണ്ടല്ലേ, നമ്മുടെ നീഡ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് വാൺസും ഫുൾഫിൽ ചെയ്യാനുള്ള കുറച്ച് പൈസയും കൂടെ അവിടെ കൈ വേണം. ഓക്കെ, ആ ഒരു ഐഡിയ ആയിരുന്നു അവിടെ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുമ്പോൾ 10,000 കോടി രൂപയാണ് ഈ പ്ലാന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് പല ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരിക്കലും എന്താ ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്തില്ല. പക്ഷേ പല ഡിസൈനിലും, കാരണം ഇതൊരു വലിയൊരു ചർച്ചയ്ക്ക് എന്താ പറയാ തുടക്കം കുറിച്ചു. അപ്പം ഇതിൽ പല എന്താ പറയാ പല നിർദ്ദേശങ്ങളും പിന്നീടുള്ള പ്ലാൻസിലും പലതിലും ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം 8 പേരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. JRD ടാറ്റ 8 പേരുടെ പേര് ഓർത്ത് വെച്ചോ, കാരണം ചിലപ്പോൾ ചോദിച്ചിട്ട് ഇതിൽ ആരാണ് ബോംബെ പ്ലാൻ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, ശരി. ബോംബെ പ്ലാൻ കഴിഞ്ഞു. അടുത്തത് വരുന്നതെന്ന് പറയുമ്പം ഗാന്ധിയൻ പ്ലാൻ ആണ്. ഓക്കെ, ഗാന്ധിയൻ പ്ലാൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ഗാന്ധിയൻ എക്കണോമിക് തിങ്കിങ് ആണ്. ഓക്കെ, ഗാന്ധിയൻ എക്കണോമിക് തിങ്കിങ് വെച്ച് ശ്രീമാൻ നാരായണ അഗർവാൾ, പ്രിൻസിപ്പൽ ഓഫ് വാർധ കൊമേഴ്സ്യൽ കോളേജ്, ഒക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. വാർധ കൊമേഴ്സ്യൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. ആരെന്ന് പറഞ്ഞാൽ ശ്രീമാൻ നാരായണ അഗർവാൾ എന്ന് വെച്ചാൽ പുള്ളിയാണ് ഈ ഗാന്ധിയൻ പ്ലാൻ ഫോർമേറ്റ് ചെയ്തത്. 1944 വർഷം കൂടെ ഓർത്ത് വെച്ചാൽ 1944 ബോംബെ പ്ലാനും എന്താണ് 1944 തന്നെയാണ്. ഓക്കെ, 1944 ഗാന്ധിയൻ പ്ലാൻ വന്നു. ഓക്കെ, ഗാന്ധിയൻ പ്ലാനിൽ എന്താ പറയുക ഒരു എക്കണോമിക് ഡീസെൻട്രലൈസേഷനും പിന്നെ എന്താ പറയുക ഈ എന്താ വ്യവസായങ്ങൾക്കെല്ലാം കോട്ടേജ് ഇൻഡസ്ട്രീസിനെല്ലാം ഒരു പ്രാമുഖ്യം കൊടുത്തു. പുള്ളിയുടെ ഈ ഗാന്ധിയൻ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലേജസ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് തന്നെ തുടങ്ങണം എന്ന രീതിയിലായിരുന്നു. അപ്പം കോട്ടേജിന്റെ കുടിൽ വ്യവസായങ്ങൾക്കും റൂറൽ ഡെവലപ്മെന്റിനും ഒക്കെ ഒരു എന്താ പറയുക ഒരു ഊന്നൽ കൊടുത്തായിരുന്നു ഇത് വന്നത്. ഓക്കെ, ദ തേർഡ് 5-year പ്ലാനിനെ എന്താ പറയുക ഒരു ഗാന്ധിയൻ മോഡൽ റെഫർ ചെയ്യാറുണ്ട്. നമ്മുടെ 5-year പ്ലാൻസ് വന്നപ്പോൾ തേർഡ് 5-year പ്ലാനിൽ ഒരു ഗാന്ധിയൻ മോഡൽ എന്ന് പറയാനുണ്ട്. ഓക്കെ, ഗാന്ധിയൻ ഐഡിയോളജി അതിനെ ഭയങ്കര വലിയൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. ഓക്കെ,
ഓക്കെ, അടുത്ത വരുന്നതെന്ന് വെച്ചാൽ പീപ്പിൾസ് പ്ലാൻ ആണ്. ഓക്കെ, ഇതും വർഷം ഓർത്ത് വെച്ചാൽ 1945 വന്നതാണ് പീപ്പിൾസ് പ്ലാൻ. ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് എം റോയ്. ഓക്കെ, ഇത് ആരാണ് എല്ലാ പ്ലാൻസും ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തത് അത് ഓർത്ത് വെച്ചേക്കണം. ഇതിൽ നിന്ന് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അതൊക്കെയാണ്. ഓക്കെ, അപ്പം ഗാന്ധിയൻ പ്ലാൻ ആരാണ്? ശ്രീരാം നാരായൺ അഗർവാൾ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ റോയ് ആണ്. ഓക്കെ, 1945 വർഷം 1945. ഓക്കെ, ഇതൊരു 10 വർഷ പീരീഡിലോട്ട് ഫോർമുലേറ്റ് ചെയ്തൊരു പ്ലാൻ ആയിരുന്നു. ഇതിൽ മെയിൻ എംഫസിസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിനായിരുന്നു മെയിൻ എംഫസിസ് കൊടുത്തത്. ഓക്കെ, ഇതിൽ നാഷണലൈസേഷൻ ഓഫ് ഓൾ അഗ്രികൾച്ചർ ആൻഡ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസും ഒരു എന്താ പറയാ ഇതിൽ ഒരു മെയിൻ ഫീച്ചർ ആയിരുന്നു. എല്ലാ അഗ്രികൾച്ചർ ഒക്കെ നാഷണലൈസ് ചെയ്യണമെന്നായിരുന്നു പുള്ളിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താ പറയാ പറഞ്ഞതുപോലെ നാഷണലൈസേഷൻ ഒക്കെ വരുമ്പോൾ സോഷ്യലിസം ബേസ്ഡ് ആണ്. അപ്പം മാർക്സ് സോഷ്യലിസം ബേസ് ചെയ്ത് റോയ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറിന്റെ കീഴിൽ പ്രപ്പോസ് ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നു ഇത്. ഓക്കെ, ഈ പ്ലാനിന് ടോട്ടൽ ഔട്ട്ലൈൻ നമ്പർ ₹15,000 crore ആണ്. 15,000 അല്ല, സോറി, മിസ്റ്റേക്ക് വന്നതാണ്. 15,000 crore ആണ് ഈ പ്ലാനിന്റെ ടോട്ടൽ ഔട്ട്ലൈൻ നമ്പർ. ₹15,000 crore ആണ് ഈ പ്ലാനിന്റെ ടോട്ടൽ ഔട്ട്ലൈൻ. ഓക്കെ, അടുത്തത് സർവോദയ പ്ലാൻ. ഓക്കെ, സർവോദയ പ്ലാൻ എക്സാം നമുക്ക് മെയിൻ ആയിട്ട് കൺഫ്യൂഷൻ വരാം. ഇവിടെ സർവോദയ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തത് ജയപ്രകാശ് നാരായണനാണ്. ഓക്കെ, ജയപ്രകാശ് നാരായണനെ വിളിക്കുന്ന പേര് എല്ലാവർക്കും അറിയാം. ഹീസ് ഓൺലി കാൾഡ് അസ് എന്താ പറയുക ലോക് നായക് അല്ലെങ്കിൽ പീപ്പിൾസ് ലീഡർ എന്നറിയാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞു പോവാം. എന്താണ് പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത്? ജയപ്രകാശ് നാരായണനാണ്. ഓർത്തു വെച്ചോ, അങ്ങനെയല്ല. പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്ന ആരാണ്? റോയ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള സർവോദയ പ്ലാൻ ആണ് നമ്മുടെ ജയപ്രകാശ് നാരായൺ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം JP നാരായണൻ കാണുമ്പോൾ പെട്ടെന്ന് എന്താ പറയാ, പീപ്പിൾസ് ലീഡർ അല്ലെ പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞ് ഒരിക്കലും കുത്താൻ നിൽക്കില്ല. ഓക്കെ, അപ്പം സർവോദയ പ്ലാൻ എന്ന് പറഞ്ഞ കൊണ്ടുവന്ന നമ്മുടെ JP നാരായണനാണ്. എന്താ പറയാ, സർവോദയ പ്ലാൻ പുട്ട് ഫോർവേഡ് ആൻഡ് എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി സ്മാൾ ടെക്സ്റ്റൈൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഈ സർവോദയ പ്ലാനിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഗാന്ധിയൻ പ്ലാനുമായിട്ട് ഗാന്ധിയൻ പ്ലാനിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഗാന്ധിയൻ പ്ലാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? റൂറൽ ഇന്ത്യ അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് ആയിരിക്കണം നമ്മുടെ ഡെവലപ്മെന്റ് വരുന്നതെന്നൊക്കെയാണ് ഒരു ഗാന്ധിയൻ ഐഡിയോളജി എന്ന് ഉറപ്പം. അപ്പൊ അതേപോലെ തന്നെ എന്താ പറയാ കോട്ടേജ് ഇൻഡസ്ട്രീസും കുടിൽ വ്യവസായങ്ങൾ, അതേപോലെ തന്നെ സ്മാൾ സ്കെയിൽ ടെക്സ്റ്റൈൽസ്, സ്മാൾ സ്കെയിൽ മൈക്രോ യൂണിറ്റ്സ്, അതിന്റെയൊക്കെ അതിന് ഇമ്പോർട്ടൻസിനെ എംബസൈസ് ചെയ്ത്, അതേപോലെ അഗ്രികൾച്ചറിനൊക്കെ ഇമ്പോർട്ടൻസിനെ എംബസൈസ് ചെയ്ത് കൊണ്ടുവന്ന ഈ സർവോദയ പ്ലാൻ എന്ന് പറയുമ്പോൾ ഓക്കെ, പ്ലാൻ വാസ് മെയിൻലി ബേസ്ഡ് ഓൺ ഗാന്ധിയൻ പ്ലാൻ. പിന്നെ എന്താ പറയുക ഗാന്ധിജിയുടെ എന്താ പറയുക നോൺ കോപ്പറേഷൻ മൂവ്മെന്റും എന്താ പറയുക വിദേശത്തെ വസ്ത്രങ്ങളെല്ലാം ബഹിഷ്കരിക്കണം അങ്ങനെയുള്ള ഐഡിയോളജി ഒക്കെ ആയിരുന്നല്ലോ. അപ്പം ഫ്രീഡം ഫ്രം അത് റിലേറ്റ് ചെയ്യാം. ഫ്രീഡം ഫ്രം ഫോറിൻ ടെക്നോളജീസ് ആൻഡ് സ്ട്രെസ് ഓൺ ലാൻഡ് റിഫോംസ് ആൻഡ് ഡീസെൻട്രലൈസ് പാർട്ടിസിപ്പേറ്ററി പീപ്പിൾ പ്ലാനിങ്. ഓക്കെ, ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനും അതേപോലെ എന്താ പറയാ ഫോറിൻ ടെക്നോളജീസിനെ ബഹിഷ്കരിച്ചുള്ള ഒക്കെ ഒരു ഐഡിയോളജി ആയിരുന്നു എന്താ പറയുക നമ്മുടെ സർവോദയ പ്ലാനിൽ കൊണ്ടുവന്നത്. ഓക്കെ, അടുത്തത് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, 1944 എന്താ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. ആർദർശിൽ ദലാൽ. ഓക്കെ, ആർദർശിൽ ദലാൽ പുള്ളിയുടെ പേര് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബോംബെ പ്ലാനിൽ പങ്കെടുത്ത 8 ബിസിനസ് മാൻസിൽ ഒരാളായിരുന്നു പുള്ളി. അപ്പം ആർദർശിൽ ദലാലിന്റെ കീഴിൽ എന്താ പറയുക ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അതിന്റെ സജഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോട് അവർ നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു സ്കീംസ് ഫോർ ട്രെയിനിങ് ടെക്നിക്കൽ പേഴ്സൺസ്. ഓക്കെ, ടെക്നിക്കൽ പേഴ്സൺസ് ടെക്നിക്കൽ നോളജ് ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്താ പറയാ സ്പെഷ്യൽ അതിനൊരു സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെന്റിന് നിർദ്ദേശിച്ചു. ഓക്കെ, 1946 എന്താ പറയാ ഈ പ്ലാനിങ് ഇവരുടെ ഇത് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് അബോളിഷ് ചെയ്തു. ഓക്കെ, ഇവരുടെ നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ട് 1946 ഇത് അബോളിഷ് ചെയ്തു. ഓക്കെ, 1944 to 46 വരെ. ഓക്കെ, അടുത്തത് ഒരു പ്ലാനിങ് ആൻഡ് അഡ്വൈസറി കമ്മിറ്റി. 1946 ഒരു പ്ലാനിങ് ആൻഡ് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ. ഓക്കെ, അത് ജനുവരി 1947 അവിടെ റിപ്പോർട്ട് സമ്മതിച്ചു. ഇതുപോലെ തന്നെ എന്തൊക്കെ ഇവരുടെ ആയിട്ടുള്ള ഒരു ഐഡിയോളജി എന്തൊക്കെ വരുത്താം പ്ലാനിങ്ങിൽ, എന്തൊക്കെ എക്കണോമിക് പ്ലാനിങ് വരുത്തണം, എന്തൊക്കെയാണ് അനിവാര്യം, ഫ്യൂച്ചർ പ്രോജക്ട്സ് അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസ് ഒക്കെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഇതിന്റെ റെക്കമെൻഡേഷൻ വെച്ച് ഒരു 1946 ഒരു പ്ലാനിങ് ആൻഡ് അഡ്വൈസറി ബോർഡ് രൂപീകരിച്ചു. ഓക്കെ, ഇനി വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താ പറയാ പ്ലാനിങ് കമ്മീഷൻ വരുന്നത്, 5 ഇയർ പ്ലാൻസ് വരുന്നത്. ഓക്കെ, ഇത് ഇപ്പം ജസ്റ്റ് ഒരു ബേസ് ആണ്, ഇൻട്രക്ഷൻ ആണ്. ഇത് ജസ്റ്റ് നോക്കി വെച്ചേക്കോ. ഇതിന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബോംബെ പ്ലാൻ, സർവോദയ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്ത ആരാണ്, വർഷം ചോദിക്കാം,
ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയാ, 5 ഇയർ പ്ലാൻസ് ആരാണ് തുടങ്ങിയത്? ജോർജ് സ്റ്റാലിനാണ്. ഏത് വർഷമാണ്? ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ 5 ഇയർ പ്ലാൻസ് കടമെടുത്തത്? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇതാണ് ചോദിക്കുന്നത്. മെയിൻ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ 5 ഇയർ പ്ലാൻസ് തന്നെ ആയിരിക്കും. അത് നെക്സ്റ്റ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷനോ ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പം എന്നെക്കാട്ടി നോളജ് ഉള്ള ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അപ്പം നമ്മൾ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്രം വെച്ചാണ് ഒരു എന്താ പറയുക, മാക്സിമം ചുരുക്കിയുള്ള ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സാമിന് വേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും അബദ്ധങ്ങളോ എന്ത് വന്നാലും കോമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.